Realme C53 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme C53 എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ക്യാമറയിൽ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെഗാ പിക്സലിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, ക്യാമറ ടെസ്റ്റിംഗ് ഒന്നും നടത്തിയിട്ടില്ല. എന്തായാലും 108 മെഗാ പിക്സലിൻ്റെ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആദ്യമായിട്ടാണ് 108 മെഗാ പിക്സലിലെ ക്യാമറ സെൻസറൊക്കെ വരുന്നത്. അപ്പം അത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതിൽ രണ്ടാമത് ഒരു സെൻസറും വരുന്നുണ്ട്, AI ലെൻസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചില ഫോണുകളിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ബാറ്ററിയും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. എന്നാലും 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്. അതുകൊണ്ട് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. പക്ഷേ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നില്ല. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പഞ്ചോൾ ഡിസൈനുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് iPhone 14 Pro സീരീസിലൊക്കെ ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഒരു ഫീച്ചർ വരുന്നുണ്ട്. അതിൽ വരുന്നത് പോലുള്ള നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും ഇതിലും വരിക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, സോഫ്റ്റ്വെയർ ഫീച്ചറാണ് ഇത്. പിന്നെ ഏകദേശം 90.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ്, ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ചില ഫോണുകളിലൊക്കെ ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും ഒക്കെ വരുന്നുണ്ട്. ഈവൻ ചില ഫോണുകളിൽ AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൽ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 186 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.99 mm ആണ്. ഈ ഫോണിൻ്റെ ചാമ്പ്യൻ ഗോൾഡൻ അതുപോലെ തന്നെ ചാമ്പ്യൻ ബ്ലാക്ക് എന്നിങ്ങനെ 2 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ unisoc T612 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതായിരിക്കില്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം, ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ 5G സപ്പോർട്ടൊന്നും വരുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4 GB റാമും 128 GB ഇൻറ്റേർണലാണ് വരുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബേസ് വേരിയൻറ്റിൽ തന്നെ 128 GB ഇൻറ്റേർണലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാം. പിന്നെ ഈ ഫോണിൻ്റെ 6 GB റാമും 64 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത്തെ വെർഷനിൽ 64 GB ഇൻറ്റേർണലേ വരുന്നുള്ളൂ. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 6 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഇതിൽ വരുന്നത്. പക്ഷേ സൗണ്ട് 150% വരെ ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ലാത്തത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നില്ല. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള Realme T എഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സുകളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 GB റാം വെർഷൻ്റെ വില വരുന്നത് 9,999 രൂപയാണ്.
അതുപോലെ തന്നെ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. ജൂലൈ 26 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയും realme.com വഴിയുമാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ICICIയുടെ, SBIയുടെ, അതുപോലെ തന്നെ HDFCയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഫീച്ചറൊക്കെയാണ്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പം അത്ര മികച്ച ഫീച്ചേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രോസസ്സറും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര ബെസ്റ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ബാറ്ററി സെറ്റപ്പ് വലിയ തിരക്കേടില്ല എന്ന് പറയാം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 108 മെഗാ പിക്സലിലെ ക്യാമറയും അതുപോലെ തന്നെ മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഫീച്ചറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. അല്ല പെർഫോമൻസോ ഡിസ്പ്ലേ ഒക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാമറ ടെസ്റ്റിംഗ് നമ്മൾ നടത്തിയിട്ടില്ല. 108 മെഗാ പിക്സലിലെ ക്യാമറ സെൻസർ വരുന്നുണ്ട് എന്നേ ഉള്ളൂ. ക്യാമറ ക്വാളിറ്റിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു ഫോൺ നിങ്ങൾ എടുക്കാൻ നിൽക്കാനുള്ള ഒരു കാരണം 108 മെഗാ പിക്സലിലെ ക്യാമറയാണ് എന്നുണ്ടെങ്കിൽ എടുക്കുന്നതിന് മുമ്പ് ക്യാമറ സാമ്പിൾസും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം എടുക്കുക. ജസ്റ്റ് മെഗാ പിക്സൽ മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒപ്റ്റിമൈസേഷൻ, അതുപോലെ തന്നെ പ്രോസസ്സർ, ഇതുപോലെ പല കാര്യങ്ങളും വരുന്നുണ്ട്. ഫസ്റ്റ് ഡേ റിവ്യൂസ് അല്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന റിവ്യൂസിലുള്ള ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം ഫോൺ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Realme C53 എന്ന സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.